ഇന്നത്തെ സ്പെഷ്യൽ മാങ്ങാക്കറി, അടിപൊളി മാങ്ങാക്കറി, നാളേരെ ഒഴിച്ചിട്ടുള്ള മാങ്ങാക്കറി. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് കാണാം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഓക്കെ ഗേസ്, ഇപ്പോൾ നമ്മൾ മാങ്ങ എടുത്തിട്ടുണ്ട് ഗേസ്. 3 മാങ്ങ എടുത്തിട്ടുണ്ട്. സബോള, പച്ചമുളക് എല്ലാം എടുത്തിട്ടുണ്ട്. സബോള അരിയാം. ഇപ്പം മാങ്ങ റെഡി ആയതിൻ്റെ ഇഞ്ചി, വെളുത്തുള്ളി, കുറേശ്ശെ സബോള, പച്ചമുളക്. സ്റ്റവ് കത്തിക്കുക. ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളിയിലാണ് മാങ്ങാക്കറി. എണ്ണ ഒഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ. കുറച്ച് ഉലുവ ഇടാം ഗൈസ്. ഉലുവ ഇടാം. ഉലുവ പോട്ടെ. ഉലുവ സെറ്റായിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി ഇടാം. മുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇടാൻ കഴിയും. കുറച്ച് കറിവേപ്പില ഇട്ടു. 2 തക്കാളി കൂടി ഇടാൻ കഴിയും. സവോള വാടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. സവോള, തക്കാളി, കുറച്ച് ജീരകം, നല്ല ജീരകമല്ല, പെരിഞ്ജീരകം. നാളികേരം അരക്കണതിലിടാം ഗൈസ്. കുറച്ച് മല്ലിപ്പൊടി ഇടാം ഗൈസ്. ഓക്കെ, മുളക് പൊടി ഇടാം. മുളക് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ച് നല്ലോണം തിളച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് മാങ്ങയിട്ട് കൊടുക്കാം. ഓക്കെ, മാങ്ങിയിട്ടിട്ടുണ്ട്. ഓക്കെ, ഇതായിട്ടുണ്ട്. നമുക്ക് നാളികേരം ഒഴിക്കാം. നാളികേരം അരച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. നാളികേരം അരച്ച് വെച്ചിട്ടുണ്ട്. നാളികേരം ഒഴിക്കാം. നോക്കോടാം. ഓക്കെ ഗൈസ്, നാളികേരം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി കറി കാച്ചാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയുള്ളി കാച്ചാൻ എടുക്കാം. ചെറിയുള്ളി അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കറി തിളച്ചാൽ നമുക്ക് അപ്പം തന്നെ കാച്ചാം. കറി കാച്ചാനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് ഉലുവ ഇടാം ഗൈസ്. കുറച്ച് കാച്ചുമ്പോൾ ഉലുവ ഇട്ട് കൊടുക്കും. ചെറിയ ഉള്ളി ഇടാം ഗൈസ്. ഓക്കെ, കുറച്ച് വേപ്പില ഇടാം. മുളക് പൊടി കൂടി ഇടാം.
കറി റെഡി. അടിപൊളി മാങ്ങാക്കറി, സെറ്റ് സാധനം. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്യൂ. ഇന്നത്തെ സ്പെഷ്യൽ മാങ്ങ